ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നുള്ള ഒരു ടോർച്ച് ഉണ്ടാക്കാനായിട്ട്, മിനി ടോർച്ച്, ഒരു ചെറിയ രീതിയിൽ നമുക്ക് കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു ചെറിയ ടോർച്ചാണ് ഉണ്ടാക്കുന്നത്. റീചാർജബിൾ ടോർച്ചാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് നിർമ്മിക്കാൻ കഴിയുന്ന രീതിയാണ്. ഇലക്ട്രോണിക്സുമായിട്ട് യാതൊരു അറിവും ഇല്ലാത്തവർക്ക് വരെ ഇത് സിമ്പിളായിട്ട് നിർമ്മിക്കാൻ കഴിയും. അത്ര സിമ്പിളായിട്ടുള്ള രീതിയാണ്. റീചാർജബിൾ ടോർച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലവും കുറവാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നമുക്ക് ഇതേപോലെ ബാറ്ററി വേണം. 3.7 വാട്ട്സിൻ്റെ ഒരു ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ 2 വയേഴ്സ് ഇതേപോലെ ഷോൾഡർ ഇതും കൂടി എടുക്കണം. അപ്പോൾ നമ്മൾ 2 വയേഴ്സ് നല്ല രീതിയിലൊന്ന് ഷോൾഡർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് ബ്ലാക്കും റെഡും വയർ കോമ്പിനേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ പണികളും സിമ്പിളായിരിക്കും. വയേഴ്സൊന്നും മാറിപ്പോകുന്നില്ല. അപ്പോൾ നമ്മളിനി ആ ഷോൾഡർ ചെയ്തതൊന്നും വിട്ടു പോരാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഇൻസുലേഷൻ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വിട്ടു പോരൊന്നുമില്ല. ഇനി അടുത്തടുത്ത് ഇതേപോലെ PVC പൈപ്പ് വേണം. നമ്മൾ PVC പൈപ്പ് ചൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ ബാറ്ററി ഇതിനോട്ട് കറക്റ്റായിട്ട് കയറിയിരിക്കാൻ പാകത്തിന്, നല്ല ലൂസും പാടില്ല നല്ല ടൈറ്റും പാടില്ല, ആ ഒരു രീതിയിൽ വെച്ച് വേണം പൈപ്പ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി ഇതേപോലെ വെച്ചതിന് ശേഷം കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് സ്വിച്ചും അതുപോലെ തന്നെ ആ ചാർജിങ് പോർട്ടൊക്കെ കണക്ട് ചെയ്യാനുള്ളൊരു സ്ഥലം ഒഴിച്ചു വിട്ടിട്ടുണ്ട്. ഇതുപോലെ മാർക്കിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം. നമ്മളിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് സ്വിച്ചാണ്. സ്വിച്ചിൽ 2 വയേഴ്സ് നമ്മൾ ഷോൾഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു PVC. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ സ്വിച്ച് കണക്ട് ചെയ്യാനായിട്ട് ഒരു ഹോൾ ഇടണം. അതിനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം. അപ്പോൾ അത് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ചിന് കറക്റ്റായിട്ട് ഒരു ഹോളാണ്, ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലൊരു 5 വാട്ട് ചാർജിങ് ഫീമെയിൽ സോക്കറ്റ് വേണം. അതേപോലെ തന്നെ ഒരു IN4007 വാല്യൂ ഉള്ളൊരു ഡയോഡും വേണം. അപ്പോൾ എന്നിട്ട് ഈ ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗം നമ്മൾ ഈ ഒരു ഫീമെയിൽ സോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് പോസിറ്റീവ് ഭാഗത്ത് ഇതേപോലെ വരയില്ലാത്ത ഭാഗം കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഭാഗത്ത് ഒരു വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ഒരു ഹോളും കൂടി ഉണ്ടാക്കിയെടുക്കണം. ഹോൾസൊക്കെ ഇടുന്ന ടൈമിൽ കറക്റ്റ് ടൈറ്റായിട്ട് ഇരിക്കാൻ പാകത്തിന് ഹോൾസ് ഇടുകയാണെങ്കിൽ നല്ല കാണാനൊരു വൃത്തി ഉണ്ടാവും. നമ്മൾ ഹോൾസ് ഇടുന്നതൊക്കെ ഷോൾഡറിങ് വെച്ചുകൊണ്ടാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു LED വേണം. അതിൽ 2 വയേഴ്സും നമ്മൾ ഷോൾഡർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു LED ഈ ഒരു സാധനം ഈ റിഫ്ലക്ടറിലോട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഈ റിഫ്ലക്ടർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക്, അല്ലെങ്കിൽ ഈ റിഫ്ലക്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രകാശം എന്ന് പറയുന്നത് സ്പ്രെഡായിട്ട് നല്ല രീതിയിൽ വെളിച്ചം ഉണ്ടാവും. പക്ഷേ ദൂരത്തോട്ട് ഈ ഒരു പ്രകാശം ലഭിക്കത്തില്ല. അതിനാണ് നമ്മൾ ഈ ഒരു റിഫ്ലക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിഫ്ലക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വെളിച്ചം ഉണ്ടാവും. നമ്മൾ LED മാത്രം ഉപയോഗിക്കുന്നതിനേക്കാളും ഈ ഒരു റിഫ്ലക്ടറും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെളിച്ചം ഉണ്ടാവും. അപ്പോൾ അത് അവിടെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതേപോലെ ഗ്ലാസും അതിൻ്റെ ആ ഒരു വാഷറും വെച്ച് അതൊന്ന് ടൈറ്റ് ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ അതൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പൈപ്പിലോട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററി, നമ്മൾ ഈ ഒരു ബാക്ക് ഭാഗത്താണ് ബാറ്ററി വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു വയസ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അതിൻ്റെ അകത്തോട്ട് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുകൂടി കയറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹോൾസിലൂടെയാണ് നമ്മൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതിലൂടെ കയറ്റുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഫീമെയിൽ സോക്കറ്റിന് ഈ ഡയോഡ് കണക്ട് ചെയ്തൊരു ഭാഗവും അതുപോലെ തന്നെ ഗ്രീൻ വയർ കണക്ട് ചെയ്തൊരു ഭാഗമുണ്ട്. ഈ ഗ്രീൻ വയർ കണക്ട് ചെയ്ത ഭാഗത്തോട്ട് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്തു. അതായത് ഫീമെയിൽ സോക്കറ്റിൻ്റെ നെഗറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആ ഒരു ഡയോഡിൻ്റെ ലെഗും അതേപോലെ തന്നെ ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് ഡയോഡ് കണക്ട് ചെയ്ത ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി അവിടെ ജസ്റ്റ് ഒന്ന് ഷോൾഡർ ഇതും കൂടി കൊടുക്കുന്നുണ്ട്, വിട്ടു പോരാണ്ടിരിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റായിട്ട് ഷോൾഡറൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫീമെയിൽ സോക്കറ്റ് നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഇതുപോലെ പുറത്തോട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൈ കൊണ്ട് വെച്ച് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കണം ഇതിൻ്റെ അകത്ത്. അപ്പോൾ അകത്ത് നല്ല രീതിയിൽ പശ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇതുപോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത്. നമ്മൾ ഇതേപോലെ സെറ്റാക്കി ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു 2 വയേഴ്സ്, ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും അതിൽ 2 വയേഴ്സ് കണക്റ്റ് ആവുന്നുണ്ട്. ഫീമെയിൽ സോക്കറ്റിൻ്റെ 2 വയേഴ്സും അതുപോലെ തന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും കണക്റ്റ് ആവുന്ന ഒരു വയേഴ്സ് നമ്മൾ ഇതുപോലെ 2ഉം പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ LED, അത് നമ്മൾ ആ LEDയുടെ 2 വയേഴ്സും നമ്മൾ ഈ ഒരു സ്വിച്ചിൻ്റെ ഹോളിലൂടെ പുറത്തോട്ട് എടുക്കുകയാണ്. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് വയേഴ്സൊക്കെ തമ്മിൽ കണക്ഷൻ കൊടുക്കുന്നത്. ഇതേപോലെ 2 വയേഴ്സും നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ബാറ്ററിയുടെ
നെഗറ്റീവും അതേപോലെ തന്നെ ഫീമെയിൽ സോക്കറ്റിന് നെഗറ്റീവും കണക്റ്റ് ആവുന്ന ഭാഗത്തോട് നമ്മുടെ LED നെഗറ്റീവും കൂടി അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പിരിച്ച് കണക്ട് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് ഷോൾഡറും കൂടി ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ സെറ്റായിരുന്നുള്ളൂ. നമ്മൾ അതേപോലെ സെറ്റാക്കി പിരിച്ചു കൊടുത്തു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവിടെ സെറ്റായിരിക്കാനായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ടാപ്പ് എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഷോർട്ട് ആവാണ്ടിരുന്നോളും, അല്ലെങ്കിൽ തമ്മിൽ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു വയസ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഇടണം. എന്നിട്ടാണ് ബാക്കി സ്വിച്ച് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത്. നമ്മൾ ഇതുപോലെ സ്വിച്ചിൽ 2 വയസ്സ് കണക്ട് ചെയ്തെടുത്തിരുന്നു. ഇനി ഈ ഒരു സ്വിച്ചിലേക്ക് നമ്മൾ 2 വയസ്സ് കണക്ഷൻ കൊടുക്കണം. അതിന് മുമ്പ് ഈ ഒരു വയസ്സ് നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്ത വയസ്സൊക്കെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ കയറ്റി വെച്ച് കൊടുത്തു. ഇനി LED പോസിറ്റീവും അതേപോലെ തന്നെ ആ ഒരു ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് വരുന്ന ഒരു പോസിറ്റീവും LED പോസിറ്റീവും ഫീമെയിൽ സോക്കറ്റിൻ്റെ പോസിറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവും കൂടി തമ്മിൽ ജോയിൻ്റ് ആവുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ LED പോസിറ്റീവ് നമുക്ക് അവിടെ കണക്ഷൻ കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു വയർ നമ്മൾ സ്വിച്ചിലൂടെയാണ് കടത്തി വിടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബാറ്ററിയുടെ പോസിറ്റീവും ഫീമെയിൽ സോക്കറ്റിൻ്റെ പോസിറ്റീവും തമ്മിൽ കണക്റ്റ് ആവുന്ന ഭാഗത്തോട് സ്വിച്ചിൻ്റെ ഒരു വയർ അങ്ങ് കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് സ്വിച്ചിൻ്റെ മറ്റേ വയർ നമ്മൾ LED പോസിറ്റീവിലോട്ട് അങ്ങ് കണക്ഷൻ കൊടുത്താൽ സെറ്റായി കണക്ഷൻസൊക്കെ. അപ്പോൾ അവിടെയും കൂടി നമ്മൾ ഇതേപോലെ ഒരു ടാപ്പ് വെച്ച് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുത്തു. ഇനി സ്വിച്ചിൻ്റെ ഒരു വയറും കൂടി ബാക്കിയുണ്ട്. അത് നമ്മൾ ഈ ഒരു LED ഈ ഒരു പോസിറ്റീവ് നമ്മൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്, അതിലോട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇതേപോലെ LED വയർ ഇതേപോലെ ഇതിൻ്റെ അകത്തോട്ട് എടുക്കുക. നമ്മൾ നേരത്തെ എടുത്തിരുന്നു, അത് പുറത്തോട്ട് തന്നെ പോയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ സെറ്റാക്കി എടുത്തു. ഇനി ഇതൊന്ന് പിരിച്ച് കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് അവിടെ ടാപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊണ്ട് കൊടുക്കുക. ഇതേപോലെ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ടാപ്പ് വെച്ച് ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഷോർട്ട് ആവാണ്ടിരിക്കാനായിട്ടാണ്. അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമ്മുടെ സംഭവം ടോർച്ച് പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഓൺ ആയതുകൊണ്ടാണ് ഇതുപോലെ പ്രകാശിക്കുന്നത്. നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ഇനി ഈ സ്വിച്ചിൻ്റെ വയസ്സൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഈ ഒരു സ്വിച്ച് ഇതിൽ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സ്വിച്ചിന് ഹോൾ ഇടുമ്പോൾ കറക്റ്റായിട്ട് ഹോൾ ഇടുകയാണ്. ഇതേപോലെ ടൈറ്റായിട്ട് അങ്ങ് കയറി ഇരുന്നോളും. ഇപ്പോൾ കണ്ടോ, ടൈറ്റായിട്ട് കയറി ഇരുന്നിട്ടുണ്ട്. ഒരു ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ട് കയറിയിരുന്നുള്ളൂ. സ്വിച്ചിൽ ഹോൾ ഇടുമ്പോൾ എപ്പോഴും കറക്റ്റ് അളവിൽ ഹോൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു വയസ്സൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ഗ്ലൂവും കൂടി ഇട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റാണ് ഇതിൻ്റെ അകത്ത്, എന്നാലും ഗ്ലൂ ഇട്ട് ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ ഒരു റിഫ്ലക്റ്ററിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഗ്ലൂ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കുക. ഈ ഒരു വയസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തോട്ട് ആക്കിയതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു റിഫ്ലക്റ്ററിൻ്റെ ഗ്ലാസും ആ ഒരു ഫൈബറും പോന്നിട്ടുണ്ട്, ആ റബ്ബർ. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ഒന്നുകൂടി പശ തേച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പശയൊക്കെ തേച്ചു. ഇനി ഇതേപോലെ ഒരു ഈർക്കിൾ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒരേ ലെവലിലാക്കി കൊടുക്കുക പശ. അപ്പോൾ അത് ഒരേ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ റിഫ്ലക്റ്ററിൻ്റെ ഈ ഗ്ലാസും ആ റബ്ബറും അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇടക്ക് ഊരി പോരും. അതുകൊണ്ടാണ് നമ്മളതവിടെ വെച്ച് ഒട്ടിക്കുന്നത്. ഇതേപോലെ കുറച്ച് ഗ്ലൂ അങ്ങ് അപ്ലൈ ചെയ്തിട്ട് അതവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഗ്ലാസ്സൊക്കെ. ഇപ്പോൾ ഗ്ലാസ് നമ്മൾ കറക്റ്റായിട്ട് അവിടെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കേട്ടോ, കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു റബ്ബർ, ആ ഒരു വാഷർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇടാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വാഷർ അവിടെ ഇടുന്നുണ്ട്. വാഷറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ഭാഗം, ബാറ്ററി പുറത്തോട്ട് വരാണ്ടിരിക്കാനായിട്ട് ഇവിടെ കുറച്ച് ഇത് അമർത്തിയതിന് ശേഷം ഒന്ന് ഗ്ലൂ ഇട്ട് സെറ്റാക്കി ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആ ഒരു ബാറ്ററി പുറത്തോട്ട് വരാണ്ടിരിക്കാനായിട്ടാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് ഭാഗം നമുക്ക് ഇതുപോലെ ഇരുന്ന ഒരു ബോറാണ്. അപ്പോൾ ഇതേപോലെ റബ്ബറിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഒട്ടിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ സെറ്റായിരുന്നോളും, കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ഇപ്പോൾ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ടോർച്ച്, ചെറിയ ടോർച്ചാണെങ്കിൽ നല്ല വെളിച്ചം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നല്ല രീതിയിൽ വെളിച്ചമുണ്ട്. ഇപ്പോൾ നല്ല വെയിലുള്ളൊരു സമയമാണ്, ഞാൻ പുറത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്, എന്നിട്ടും നല്ല വെളിച്ചമുണ്ട്.
ഉണ്ട്. നമുക്ക് ഇതാണ് ചാർജിങ് സോക്കറ്റ്. നമ്മളിപ്പോൾ ചാർജ് ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല, കാരണം ചാർജ് ആവുന്നുണ്ടോ ഇല്ലയെന്നും നമുക്കറിയത്തില്ല, കാരണം നമ്മൾ ചാർജിങ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ വെളിച്ചമൊക്കെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വെളിച്ചം ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഉണ്ട് ഒരു റൂമിൽ വന്നിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ വെളിച്ചമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, ഒരു ടോർച്ചിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയാണ്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൂടി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റും കൂടി ചെയ്യട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.